മെയ് മാസം 1-ാം തീയതി സർവ്വലോക തൊഴിലാളികളുടെ ദിനമാണ്. അന്ന് തന്നെയാണ് തൊഴിലാളികളുടെ പ്രത്യേക സ്വർഗീയ മധ്യസ്ഥനായിട്ടുള്ള മാറിയോസേപ്പ് പിതാവിൻ്റെ ഓർമ്മയും സഭ കൊണ്ടാടുന്നത്. തൊഴിലാളികളെ മാതൃകയായി സഭ കാണിക്കുന്ന മാറിയോസേപ്പ് പിതാവ് 2013 മാർച്ച് 13 ബോനസ് ഐറസിലുള്ള ജോർജ് ബെർഗോളിയോ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പത്രക്കാരെ അദ്ദേഹത്തോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. 2013 മാർച്ച് 13 ഒരു നിർഭാഗ്യത്തിലാണല്ലോ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാർപ്പാപ്പ മറുപടി പറഞ്ഞു, പക്ഷേ നിങ്ങൾ ഓർക്കണം, മാർച്ച് 19 ഞാൻ സ്ഥാനമേൽക്കുന്നത്. എൻ്റെ സർവ നിർഭാഗ്യങ്ങളും അതോടെ അവസാനിക്കും. മാറിയോസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് സഭ കാണിക്കുന്നത് തൊഴിലിൻ്റെ മഹത്വവും മാഹാത്മ്യവും നമ്മൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നീ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നിൻ്റെ അപ്പം നേടുക വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തൊഴിലിൻ്റെ മഹത്വം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന മെയ് 1-ാം തീയതി തൊഴിലാളികളുടെ മാതൃകയായി മാറിയോസേപ്പ് പിതാവ് നമുക്ക് നൽകുന്ന ചില കാഴ്ചപ്പാടുകൾ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ തച്ചൻ്റെ മകനെന്നാണ് ഈശോയെ വിശേഷിപ്പിക്കുന്നത്. തച്ചൻ അത്ര പ്രസിദ്ധമായിട്ടുള്ള ഡിഗ്നിഫൈഡ് ആയിട്ടുള്ളൊരു ജോലിയൊന്നുമല്ല. പക്ഷേ യേശുവിൻ്റെ പിതാവ്, വളർത്തു പിതാവ്, അധ്വാനം കൊണ്ട് കുടുംബത്തെ പോറ്റിയ ഒരാളാണ്. എത്ര അഭിമാനകരമായിട്ടാണ് സുവിശേഷകൻ ആ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത്. മാറിയോസേപ്പ് പിതാവിൻ്റെ മാതൃക നമുക്ക് തൊഴിലിനെ സ്വർഗീയമായും സർഗാത്മകമായും കാണാൻ സാധിക്കട്ടെ. അധ്വാനിക്കുന്നത് ഒരു ശിക്ഷയല്ല. അധ്വാനിക്കുന്നത് സൃഷ്ടികർമ്മത്തിലുള്ള കൂട്ടുപങ്കാളിത്തത്തിൻ്റെ കൂട്ടുത്തരവാദിത്വമാണ്. പലപ്പോഴും നമ്മുടെ സഭയുടെ വളർച്ചയിൽ അധ്വാനിക്കാൻ മനുഷ്യൻ നടത്തിയ പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടത്തിലാണ് നമ്മുടെ സഭ വളരുന്നത്. മീനിച്ചിൽ നിന്ന് മലബാറിലേക്കുള്ള കുടിയേറ്റം അധ്വാനിക്കാൻ മണ്ണ് തേടിപ്പോയതാണ്. കോതമംഗലം ഭാഗത്ത് നിന്ന് ഇടുക്കിയിലോട്ട് നടത്തിയ കുടിയേറ്റം മണ്ണ് തേടിപ്പോയതും അധ്വാനിക്കാൻ ഇടം തേടിപ്പോയതുമാണ്. നമ്മുടെ കാരണവന്മാരെ അധ്വാനത്തെ തമ്പുരാൻ്റെ സൃഷ്ടികർമ്മത്തിലുള്ള ഒരു കൂട്ടുപങ്കാളിത്തമായിട്ട് കണ്ടു എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കണം. അധ്വാനിക്കാത്തവൻ അപ്പം ഭക്ഷിക്കരുത് എന്ന് വിശുദ്ധ ഗ്രന്ഥം ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് അലസരായിട്ട് കഴിയുന്ന ആളുകൾക്ക് ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ധാരാളം ജോലികൾ ചെയ്യാൻ സാധിക്കും. ആ ജോലികളിൽ സന്തോഷത്തോടുകൂടെ ഉത്തരവാദിത്വത്തോടെ നമ്മൾ പങ്കെടുക്കുക. ഞാൻ ചിലപ്പോഴേ കണ്ടിട്ടുണ്ട്, ഡോക്ടർമാരെ രോഗികളെ സുഖപ്പെടുത്തുന്നവരാണ്. പക്ഷെ പല ഡോക്ടർമാരും കാശുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് തന്നെ കാണുന്നേ. പക്ഷേ ധാരാളം ഡോക്ടർമാരും അതുപോലെ തന്നെ നേഴ്സുമാരും ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനം ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ വലിയ ശുശ്രൂഷയുള്ള കൂട്ടുപങ്കാളിത്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മെയ് 1-ാം തീയതി സർവ്വലോക തൊഴിലാളി ദിനമായിട്ട് കൊണ്ടാടുമ്പോൾ സഭ അതിലെ ഒരു കൂട്ടുകക്ഷിയാകുകയാണ്. തൊഴിലെടുത്ത് ജീവിതം പോറ്റുന്ന, കുടുംബം പോറ്റുന്ന ആളുകൾ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിലെ കൂട്ടുപങ്കാളികളാണ്. അതുകൊണ്ട് യോസേപ്പ് പിതാവിൻ്റെ സ്വർഗീയ മാധ്യസ്ഥം തൊഴിലാളി ദിനത്തിൽ കൊണ്ടാടുമ്പോൾ നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയണം, യോസേപ്പ് പിതാവ് നമുക്ക് മാതൃകയാണ്. അലസത
സർവ്വതിന്മകളുടെയും അമ്മയാണ്. ഇന്ന് ഒരുപാട് ഡിജിറ്റൽ വേൾഡ് വർദ്ധിച്ചിരിക്കുകയാണ്. കുത്തിയിരുന്ന് കണ്ടും തിന്നും ജീവിക്കുന്നു. ആ ശൈലിയിൽ നിന്ന് നമുക്കൊന്ന് മാറണം. നമുക്ക് കുറേ കൂടി ക്രിയാത്മകമായിട്ട് ചെയ്യാൻ സാധിക്കണം. അധ്വാനിക്ക് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളൊക്കെയും സമൂഹത്തിൻ്റെ നന്മയ്ക്കും സുവിശേഷ വേലയുടെ വളർച്ചയ്ക്കും നമ്മൾ ദൈവത്തിനെ സമ്മാനിക്കുന്നത്. ധാരാളം റിട്ടയേർഡ് ഹാൻഡ്സ് മിഷനിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, പെൻഷനൊക്കെ ഉണ്ട് ഫാദറെ, അതൊക്കെ മതി, ഇനി കുറച്ച് കാലം ഞാൻ മിഷനിൽ പോയിട്ട് മിഷൻ കാണട്ടെ, മിഷനിൽ ജോലി ചെയ്യട്ടെ. അതുപോലെ തൻ്റെ ജോലി മിഷൻ പ്രവർത്തനമായിട്ട് കാണുന്ന ധാരാളം പേരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഡോക്ടർമാരാകാം, നഴ്സുമാരാകാം, കച്ചവടക്കാരാകാം, ചുമട്ട് തൊഴിലാളികളാകാം. നമ്മൾ മെയ് 1-ാം തീയതി ഔസേപ്പിതാവിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ തൊഴിൽ ശിക്ഷയല്ല, അത് വലിയൊരു ദൈവിക ദാനമാണെന്നും അതിൽ ദൈവത്തോട് സഹകരിക്കുന്നത് വഴി സൃഷ്ടികർമ്മത്തിലെ ദൈവത്തോടുകൂടെ നമ്മൾ കൂട്ടുപങ്കാളികളും നമ്മൾ സൃഷ്ടികർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് ദൈവത്തിൻ്റെ കയ്യിലെ ഉപകരണങ്ങളുമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യോസേപ്പിതാവിൻ്റെ ഓർമ്മയുടെ സർവ്വമംഗളങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.